എല്ലാവരും അടിച്ചു പൊളിച്ചല്ലേ? അപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? വാഹനങ്ങൾ പോകുന്ന കണ്ടിട്ടുണ്ട്, മരങ്ങൾ കണ്ടിട്ടുണ്ട്, വീടുകൾ കണ്ടിട്ടുണ്ട്, കടകൾ കണ്ടിട്ടുണ്ട്, പക്ഷികളൊക്കെ പറക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ധാരാളം കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഈ കാഴ്ചകളിൽ നിങ്ങൾ കുറേ ചലനാവസ്ഥയിലുള്ള കണ്ടിട്ടുണ്ടാകും, കുറേ നിശ്ചലാവസ്ഥയിലുള്ള കണ്ടിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ? അതെ, എന്താണ്, ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് ചലനാവസ്ഥയിലും, അഥവാ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും? നിശ്ചലാവസ്ഥയിലുമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ വരുമ്പോൾ കണ്ട കാഴ്ചകളിൽ ചലനാവസ്ഥയിലുള്ള കാഴ്ചകളും നിശ്ചലാവസ്ഥയിലുള്ള കാഴ്ചകളും എന്ന് പറഞ്ഞേ. ആദ്യം ചലനാവസ്ഥയില നോക്കാം. പറഞ്ഞോ. വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്, പിന്നെ ആളുകൾ നടക്കുന്നത്, പക്ഷികളൊക്കെ പറക്കുന്നത്. ഇനി നിശ്ചലാവസ്ഥയിലുള്ളതോ? മരങ്ങള്, വീടുകള്, കടകള്. ഗുഡ്. ഇതൊക്കെ എങ്ങനെയാണ്? നിശ്ചലാവസ്ഥയിലാണ്. ഇനി നിങ്ങൾ രാവിലെ സ്കൂൾ ബസ്സിൽ കയറി സ്കൂൾ വരികയാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഡ്രൈവറെ തൊട്ട് പുറകത്തെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്നുള്ള ഒരാളെ നിങ്ങളെ നോക്കുവാണ്. അപ്പൊ നിങ്ങൾ ചലനാവസ്ഥയിലായിരിക്കോ നിശ്ചലാവസ്ഥയിലായിരിക്കോ? അപ്പൊ എങ്ങനെയാണ്? നിങ്ങൾ ചലനാവസ്ഥയിലായിരിക്കും. ഇനി നിങ്ങളെ ഡ്രൈവർ നിങ്ങളെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ചലനാവസ്ഥയിലായിരിക്കോ നിശ്ചലാവസ്ഥയിലായിരിക്കോ? ഡ്രൈവർ നോക്കുമ്പോൾ നിങ്ങളെ സ്ഥാനം മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ നിശ്ചലാവസ്ഥയിലായിരിക്കും. ഇനി ബസ്സിന്റെ പുറകിൽ ഒരു കുട്ടി നിങ്ങളെ നോക്കുവാണെങ്കിലോ? അപ്പോഴും നിങ്ങൾ എങ്ങനെയായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നിങ്ങൾ ചലനാവസ്ഥയിലും ബസ്സിൽ ഒരാൾ നോക്കുമ്പോൾ നിങ്ങൾ നിശ്ചലാവസ്ഥയിലുമാണുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒരു അടിസ്ഥാനമാണ്. അതായത് നിങ്ങൾ ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്ന് മനസ്സിലാക്കാൻ. അതിനാണ് നമുക്ക് അവലംബക വസ്തു എന്ന് പറയുന്നത്. എന്താണ് അവലംബക വസ്തു? എന്തായിരിക്കും? ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമായി മാക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുക? അവലംബക വസ്തു. ഇപ്പൊ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ റോഡാണ് അവലംബക വസ്തു എങ്കിൽ നിങ്ങൾ എന്തെന്ന് പറയാം? നിങ്ങൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ? റോഡിൽ നിന്ന് നിങ്ങൾ അകന്നകന്ന് പോകുന്നുണ്ട്. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് എന്തുണ്ട്? സ്ഥാനമാറ്റം ഉണ്ടെന്ന് പറയാം. അതുള്ള സ്ഥാനത്ത് തന്നെയാണ് നിങ്ങൾ ഉണ്ടാവുക, അല്ലല്ലോ? ഓക്കെ. ഇനി നിങ്ങൾ ബസ്സാണ് അവലംബക വസ്തു എങ്കിൽ നിങ്ങൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എന്താണ്? നിങ്ങൾ നിശ്ചലാവസ്ഥയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ അവലംബക വസ്തു എന്ന്? ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞേ. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കുന്നത് അതാണ് അവലംബക വസ്തു. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതിനെ കുറിച്ച് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.